Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി ബാസ്ക്കറ്റ് ആണ്. സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഞാനത് ഓരോന്നും ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മിനി ബാസ്ക്കറ്റ് ക്രോഷേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3.5 mm ക്രോഷേ ഹുക്കാണ്. പിന്നെ നമുക്കൊരു നീഡിൽ വേണം ലാസ്റ്റെല്ലാം തയ്ച്ചു വെക്കാൻ വേണ്ടി. പിന്നെ ഒരു സിസറും വേണം. ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ യാണാണ്. ഏത് യാൺ വെച്ചിട്ടും ചെയ്യാം, ഏത് ഹുക്ക് വെച്ചിട്ടും ചെയ്യാം. വലിയ യാൺ വെച്ചിട്ടും വലിയ ഹുക്ക് വെച്ചിട്ടും ചെയ്താൽ നമുക്ക് ബാസ്ക്കറ്റിൻ്റെ വലിപ്പം കൂടുതലാകും. ചെറുതാണെങ്കിൽ ചെറുതുമാകും. അല്ലെങ്കിൽ റോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. നമുക്കിപ്പം ഈ വലിപ്പത്തിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം മാജിക് റിങ് ഇടുക. ഇങ്ങനെ ക്രോസ് ആക്കി വെക്കുക. എന്നിട്ട് ക്രോഷേ ഹുക്ക് ഇതിനുള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കുക, ഇതിനുള്ളിലേക്ക് ഇറക്കുക. അപ്പോൾ നമുക്കൊരു മാജിക് റിങ് കിട്ടും. ഇനി നമ്മൾ ഒരു ചെയിൻ ഇടുക. അതിനുശേഷം ഈ മാജിക് റിങ്ങിനുള്ളിലേക്ക് 8 സിംഗിൾ ക്രോഷേ ചെയ്യാം. അതായത് ഹുക്ക് റിങ്ങിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ ലൂപ്പിൽ 2 എണ്ണം ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടി യാൺ ഓവർ ചെയ്തെടുക്കുക. അതാണ് സിംഗിൾ ക്രോഷേ. ഇതിനകത്ത് ഇപ്പോൾ 2 എണ്ണം ചെയ്തു. അതുപോലെ ബാക്കി 6 സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യാം. റിങ്ങിനകത്ത് മൊത്തം 8 സിംഗിൾ ക്രോഷേ വേണം. 8 സിംഗിൾ ക്രോഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഈ അറ്റത്ത് പിടിച്ച് വലിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ആയി. ഇനിയും ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ചെയ്തത് നോക്കാനായിട്ട് ഇവിടുന്ന് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8. 8ാമത്തേതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 8ാമത്തേതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഓവർ എടുത്തെടുക്കുക. എന്നിട്ട് ഈ ഹുക്കിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പം നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇപ്പം നമുക്ക് മൊത്തം 8 സിംഗിൾ ക്രോഷേ ഉണ്ട്. ഇനി ഒരു ചെയിൻ ഇടുക. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2. നിങ്ങൾക്ക് സ്റ്റിച്ച് മറന്നു പോവുകയാണെങ്കിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ആദ്യത്തേനകത്ത് 2 എണ്ണം ചെയ്തു. അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിനകത്തും 2 എണ്ണം വീതം ചെയ്യുക. അപ്പം ഈ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും മൊത്തം 16 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇത്രയും സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനിയും ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനിയും ഒരു ചെയിൻ ഇടുക. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ ചെയിൻ ഇട്ട ആ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഒരെണ്ണം ചെയ്തു. ഇനിയും ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അതായത് ഈ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും മൊത്തം 16 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ഇപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ സ്ലിപ്പ് സ്റ്റിച്ചും പിന്നെ ഇട്ട ചെയിൻ 1 ഉണ്ട്. അതിൽ ചെയ്യരുത്. ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പിലും ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ സെയിം ലൂപ്പിലേക്ക് കയറ്റുക. ഈ ഭാഗം വരുന്നത് ഇപ്പം നമ്മൾ ചെയ്താണ്. ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എത്രമാത്രം നീളം വേണോ അത്രയും മാത്രം റൗണ്ടുകൾ ചെയ്യാം. അതായത് ഈ കഴിഞ്ഞ റൗണ്ട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെയിൻ ഇടുക. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ചുറ്റിനും ഓരോ സ്റ്റിച്ചിനും സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അതായത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് മൊത്തം 16 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് എത്തിക്കഴിയുമ്പം ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇതിന് നീളം എത്ര വേണോ അത്രയും റൗണ്ട് ചെയ്യുക. ഞാൻ 5 റൗണ്ടും കൂടി ചെയ്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ മുഴുവനും 5 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് വരെ വന്നു. ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എനിക്ക് ഇത്ര നീളം വന്നു.
ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാൻഡിലാണ് ചെയ്യുന്നത്. ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ചെയിൻ ഇടുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, സിംഗിൾ ക്രോഷേ ചെയ്തു. വീണ്ടും ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചു പിടിക്കുക. ഇങ്ങനെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇട്ട ആ സിംഗിൾ ക്രോഷയിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ആ ചെയിനിൽ ഓക്കെ, ചെയിൻ 1 ഇട്ടില്ലേ, അതിന് മുമ്പ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ ഇടുക. എന്നിട്ട് പിന്നെയും ടേൺ ചെയ്യുക. എന്നിട്ട് അടുത്ത, അതായത് അതിന് മുമ്പ് ആ ചെയിൻ 1 ഇട്ടതിന് മുമ്പ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യുക. അങ്ങനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ചെയിൻ 1 തിരിച്ചു പിടിക്കുക. പിന്നെ ആ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. തിരിച്ചു പിടിക്കുക. ആ ഒരു സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും തിരിച്ചു പിടിക്കുക. മുമ്പിട്ട് ആ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ, ചെയിൻ 1. അങ്ങനെ നമ്മുടെ ഹാൻഡിലിന് എത്ര നീളം വേണോ അത്രമാത്രം ആ റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അത്ര മതിയോ എന്ന്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹാൻഡിൽ വരുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. അതായത് ഈ ഹാൻഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് തയ്ച്ച് വെക്കാനായിട്ട് ആവശ്യമുള്ള നൂല് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനിയും ഇതിങ്ങനെ എടുക്കുക. ചെയിൻ 1 ഇട്ടിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമുക്ക് നീഡിലെടുക്കുക. നീഡിലെടുത്തിട്ട് ഇതിൻ്റെ നേരെയുള്ള ഓപ്പോസിറ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓപ്പോസിറ്റ് ചെയിനിലേക്ക് എടുത്തു. ഇങ്ങനെ വരും. അപ്പം ഇനിയും ഇവിടുന്ന് അടുത്ത ചെയിനിലേക്ക് ഒന്ന് എടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ സെക്യൂർ ആയിട്ടിരുന്നോളും. ഇനിയും ഇതിൻ്റെ ഈ സൈഡിൽ ഇതങ്ങ് തയ്ച്ച് വയ്ക്കുക. നല്ല പോവാത്ത പോലെ നന്നായിട്ടങ്ങ് തയ്ച്ച് വയ്ക്കുക. യാൺ എൻ്റെ തയ്ച്ച് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. ആയിട്ട് തയ്ച്ച് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ആ മാജിക് റിങ് ഇട്ടപ്പോഴത്തേനും ഉള്ള ആ ആദ്യത്തെ ബാക്കിയുള്ള നൂലും കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മിനി ബാസ്ക്കറ്റ് റെഡിയായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? മിനി ബാസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.